ഹായ് ഹലോ, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ആതിരാസ് ക്രോപ്പ് ആൻഡ് ഗ്രോത്ത് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളെ നഴ്സറിയിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് പുതിയ പ്ലാന്റ് വെക്കുന്ന ടൈമും അതുപോലെയുള്ള പ്ലാന്റ്സിന് നന്നായിട്ട് വളം ഇട്ട് കൊടുക്കുന്ന ടൈമൊക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് വെക്കാൻ പറ്റിയ നമ്മളെ നഴ്സറിയിലുള്ള കുറച്ച് പ്ലാന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നമ്മൾ നഴ്സറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാമ്പയാണ് ഇത് വരുന്നത്. തായ്ലൻഡ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ചാമ്പയാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വില വരുന്നത് 200 രൂപയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം തന്നെ വിലയും കൂടെ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വില എത്രയാ എന്താന്നുള്ളത് എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തിട്ട് എനിക്ക് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഈ ഒരു പ്രായത്തിൽ തന്നെ അടുത്ത വർഷം തന്നെ ഇത് കായ്ക്കും. ഇത് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ളത്. ഇത് ലെയർ ചെയ്തതാണ്. അപ്പം ഇത് വേണ്ടത് ഇതിന് 200 രൂപയാണ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അടുത്ത് വരുന്നത് വൈറ്റ് ഞാവലാണ്. ഇത് കണ്ടോ, ഈ ഒരു സൈസ് ചട്ടിയിലൊക്കെയാണ്, ഗ്രോ ബാഗിലൊക്കെയാണ്. പക്ഷെ ഇത് നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ ഗ്രോ ബാഗ് ഒക്കെ മാറ്റി നല്ല കമ്പോസ്റ്റ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ നമ്മൾ കൊറിയർ ചെയ്യാം. അപ്പൊ ഈ ഒരു വൈറ്റ് ഞാവലും അടുത്ത കൊല്ലമായിട്ട് കായ്ക്കും. നമ്മളെ നഴ്സറിയിൽ ഈ ഒരു പ്രായമായിട്ടുള്ള തൈകൾ തന്നെ കായ്ച്ചു നിൽക്കാറുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. വൈറ്റ് ഞാവൽ നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അടിവളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വളം നമ്മൾ അയച്ചു തരാം. 1 കിലോ ജൈവവളം, അതിൽ വരുന്നത് ചാണാപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ഡോളോമേറ്റ്, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് വരുന്നത്. അപ്പൊ എല്ലാം കൂടെ മിക്സ്, ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജൈവവള കൂട്ടുണ്ട്. ഇത് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ട് ആണ്. മിറാക്കിൾ ഫ്രൂട്ടിന്റെ മിറാക്കിൾ എല്ലാവർക്കും അറിയാലോ. നമ്മളുടെ ഈ ഒരു ഇതിലൊരു കുഞ്ഞി ചെറിയ ചോപ്പ് കായ ഉണ്ടാവും. അപ്പൊ ഇത് അടുത്ത കൊല്ലം തന്നെ കായ്ക്കുന്ന തയ്യാട്ടോ. ഈ ഒരു കായ നമ്മൾ കഴിച്ചതിന് ശേഷം എത്ര പുളിയില്ല നാരങ്ങയോ എന്ത് കഴിച്ചാലും നമുക്ക് നല്ല മധുരമായിട്ടാണ് അനുഭവപ്പെടുക. അപ്പം ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിന് വില വരുന്നത് 180 രൂപയാണ്. കണ്ടോ, ഈ ഒരു പൊക്കായിട്ടുള്ള ചെടിയാണ് വരുന്നത്. പിന്നെ നേരത്തെ നമ്മളെ വൈറ്റ് ഞാവൽ വരുന്നത് 280 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് റംബൂട്ടാൻ N80 എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇത് കണ്ടോ, കുറച്ച് വലിപ്പമുള്ള തൈയാണ്. ഇതിന്റെ തന്നെ കുഞ്ഞു തൈയും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ബഡ് ചെയ്ത തൈയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈയാണ്. അപ്പോ ഇതിന് വില വരുന്നത് 380 രൂപയാണ്. ഇതിന്റെ ചെറിയ തൈ വരുന്നുണ്ട്. ഇതിന് വില വരുന്നത് 250 രൂപയാണ്. ഇത് ചെറിയ തൈയാണ് വില വരുന്നത്. ഇതും റംബൂട്ടാന് N80 ആണ് ഇപ്പൊ വരുന്നത്. അടുത്തത് ഇത് വരുന്നത് ഗംലെസ് ജാക്കാണ്. വിളഞ്ഞില്ലാത്ത ചക്ക, അതാണ് വരുന്നത്. കല്യാണത്തിന് പോകുമ്പോ വരെ നമുക്ക് ചക്ക തിന്നാം, കാരണം വിളഞ്ഞില്ലല്ലോ. അപ്പം ഈ ഒരു പ്ലാവിന്റെ വില വരുന്നത് 200 രൂപയാണ് വില വരുന്നത്. ഇത് ആവശ്യത്തിന് വലുപ്പമുള്ള തൈയാണ്. നമ്മളെ വിയറ്റ്നാം ഒക്കെ പോലെ കുഞ്ഞാവുമ്പോഴേ കായ്ക്കും. 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കുകയും ചെയ്യും. ഡ്രമ്മിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വിളങ്ങി ഉണ്ടാവില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അടുത്തത് തേൻവരിക്ക. തേൻവരിക്ക ഉണ്ടോ, ഇത്രയും വലിയ തൈയാണ് വരുന്നത്. തേൻവരിക്കാന്റെ ഈ ഒരു തൈന് വരുന്നത് 200 രൂപയാണ്. ഇതൊക്കെ ബഡ് ചെയ്ത തൈകളാട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വലുപ്പത്തിലൊന്നും പോവാണ്ട് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കായ്ക്കുന്നതാണ്. 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അടുത്തത് വിയറ്റ്നാം സൂപ്പർവേലിയാണ്. ഇത് വില വരുന്നത് 200 രൂപയാണ്. അതുണ്ടോ, ആവശ്യത്തിന് വലുപ്പമുള്ള തൈയാണ് വരുന്നത് കേട്ടോ. അടുത്തത് കശുമാവാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് ഈ ഒരു കശുമാവ്. പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പറങ്കിമാവിന്റെ ഒരുപാട് മരങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ മാങ്ങ പറിക്കുകയും അണ്ടി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ട് കുറെ ഒരുക്കൂട്ടി വെച്ചതിന് ശേഷം എടുത്ത് വിറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു രസമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു പറങ്കിമാവ് കാണുന്നേ ഇല്ല. കശുമാവ് എന്നൊക്കെ അറിയപ്പെടുന്ന പറങ്കിമാവ് കാണാനേ ഇല്ല. അപ്പം അതിന്റെ ഒരു ഓർമ്മയ്ക്ക് ബഡ് ചെയ്ത തൈയാണ് വരുന്നത്. ഇന്ന് വില വരുന്നത് 180 രൂപയാണ്. കണ്ടോ, ആവശ്യത്തിന് വലുപ്പമുള്ള തൈയാണ് വരുന്നത് കേട്ടോ. അടുത്തത് ബുഷ് പെപ്പർ ആണ് വരുന്നത്. കുറ്റിക്കുരുമുളക്. ഇതിനുണ്ടോ എത്രയാ തിരിയിട്ടിരിക്കുന്നത്. കായ ഉണ്ട്. ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. കണ്ടോ, ഇവിടെ കായ വരുന്നുണ്ട് നിറയെ. ഇതാ ഇതുപോലെ തിരിയിട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല ആവശ്യത്തിന് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് വില വരുന്നത് വെറും 180 രൂപയെ വില വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കുറ്റിക്കുരുമുളക് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് അഡീനിയത്തിന്റെ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മളെ നോർമൽ വെറൈറ്റി ഇല്ലേ, സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള പിങ്ക് കളറ് വെറൈറ്റി അഡീനിയാണ് വരുന്നത്. ഇതിന് വില വരുന്നത് 50 രൂപയാണ്. കണ്ടോ, ഈ ഒരു വലുപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. 50 രൂപയാണ് വില വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും ചെടികൾ കൂടെ അതിന്റെ കൂടെ പറഞ്ഞതാട്ടോ. ആർക്കെങ്കിലും ഈ ഒരു അഡീനിയം കൂടെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തു. മാവില് കണ്ടോ, മാവിൽ ഈ ഒരു വലുപ്പമായിട്ടുള്ള തൈകളാണുള്ളത്. അൽഫോൺസ, ഹിമാപസന്ത്, മല്ലിക,
ഈ വെറൈറ്റീസ് ഒക്കെയാണ് ഈ മാവുകൾ വരുന്നത്. അപ്പം ഇതൊന്നും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് 240 രൂപയാണ് ഈ അൽഫോൺസന്റെയും മല്ലികേന്റെയും ഹിമാപസന്തിന്റെ അൽഫോൺസന്റെയും മല്ലികേന്റെ ഒക്കെ വരുന്നത് 240 രൂപയാണ്. ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവ്, എപ്പോഴും പൂട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവ്, ഷോക്കൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന മാവ് ഏതാണെന്നൊക്കെ. അപ്പൊ ഈ ഒരു തായ്ലൻഡ് ഓൾ സീസൺ മാവ് എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാവാണ്. ഇതിൽ ഓരോ ടൈമിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായും കായ ഉണ്ടായും കൊണ്ട് നിൽക്കുന്നു. നമ്മളെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഷോക്ക് എപ്പോഴും ഇങ്ങനെ പൂട്ടും കായ്ച്ചൊക്കെ നിൽക്കുമ്പോൾ നല്ല ഷോ അല്ലേ, ആ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റിയ മാവാണ്. ബുഷായിട്ട് നിൽക്കുന്നതാണ്, വലിയ ഹൈറ്റിലൊന്നും പൊങ്ങാതെ ബുഷായിട്ട് ചട്ടിയിലൊക്കെ വെക്കാവുന്ന ഒരു വെറൈറ്റി മാവാണ് തായ്ലൻഡ് ഓൾ സീസൺ മാവ്. ഇതിന്റെ മാങ്ങയ്ക്ക് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരിക്കും. മോഹിൻ നഗർ കവുങ്ങിന്റെ തൈയാണ്. ഇതിന് വില വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള തൈകളാണ് വരുന്നത്. തെങ്ങ് വരെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യും കേട്ടോ. ഇതാണ് കെങ്ങാബോധം വരുന്നത്. ഇതിന് വില വരുന്നത് 250 രൂപയാണ്. കുഞ്ഞാകുമ്പോഴേ കായ്ക്കും, കുള്ളനായിട്ട് കായ്ക്കും, വലിയ ഹൈറ്റിലൊന്നും പോയിട്ടല്ല കായ്ക്കുക, 3 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. അടുത്തത് സപ്പോട്ടയാണ് വരുന്നത്. ഈ ഒരു സപ്പോട്ട 250 രൂപയാണ് വില വരുന്നത്. ബനാന സപ്പോട്ടയാണ് വരുന്നത്. കണ്ടോ, ഇതിലൊക്കെ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പ്രായത്തിൽ തന്നെ ഫ്ലവർ ചെയ്ത് കായ പിടിച്ച് വരും. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അടുത്ത നമ്മുടെ സ്വന്തം വെസ്റ്റ് ഇന്ത്യൻ ചെറി, വെറും 100 രൂപയ്ക്ക് അടിപൊളി ചെറിയാട്ടോ. ഇത് നമ്മുടെ സാധാ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ചെറിയല്ല വരുന്നത്. ഇതൊരു തക്കാളി ചെറി എന്നൊക്കെ നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന തക്കാളിയുടെ ഷേപ്പുള്ള ഒരു കുഞ്ഞു ചെറികളാണ് വരുന്നത്. ചെറിയൊരു മധുരം, അതോടൊപ്പം തന്നെ ഒരു പുളിയും കലർന്നൊരു ടേസ്റ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് തവണ റീൽസ് ഇട്ടിട്ട് ഒരുപാട് സെയിലായ ഒരു ചെറിയാണ് ഈ ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറി കേട്ടോ. ഇതിന് വില വരുന്നത് 100 രൂപ. അത്രയും വലിയ തൈന് 100 രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ. അത് ലെയർ ചെയ്ത തൈയാണ്, പെട്ടെന്ന് തന്നെ കായ്ക്കും. ഇതാണ് ബേറാപ്പിള്, എലന്തപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വലിപ്പുള്ള തൈയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ താഴേക്ക് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. വില വരുന്നത് 200 രൂപയാണ് വില വരുന്നത്. ഇതില് റെഡ് കളറ്, കാപ്പി കളറുകളും വരുന്നുണ്ട്, പച്ച കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പം 200 രൂപയാണ് വില വരുന്നത്. ഇതിൽ മുള്ളൊക്കെ ഉണ്ടായിരിക്കും. ഫസ്റ്റത്തെ ഒരു വർഷം ചെറിയ കായയും അടുത്ത വർഷമായിരിക്കും കുറച്ച് വലിയ സൈസിൽ കായായിട്ട് വരിക. അടുത്തത് നെല്ലിയാണ് വരുന്നത്. കണ്ടോ, വലിയ പ്ലാന്റ് ആണ് നെല്ലി വരുന്നത്. ഇത് അടുത്ത വർഷം തന്നെ കായ്ക്കുന്ന തരം നെല്ലിയാണ് വരുന്നത്. റെഡ് കളർ നെല്ലിയാണ്, ചെറിയൊരു ചുവന്ന നെല്ലിയാണ് ഉണ്ടാവുക. ഇതിന്റെ ലീഫൊക്കെ കണ്ടില്ല, ഒരു റെഡിഷ് കളറാണ് ഉണ്ടായിരിക്കുക. നമ്മൾ സാധാ നെല്ലിയുടെ അല്ല, ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് കളറുണ്ട്. ഒരു റെഡ് കളറിൽ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈപ്പ്. ഈ ഒരു കളറിലാണ് ഇതിന്റെ നെല്ലിക്ക ഉണ്ടായിരിക്കുക. ഈ ഒരു കളർ ബഡ് ചെയ്ത തൈകളാണ് വരുന്നത്. ഇതിന് വില വരുന്നത് 300 രൂപയാണ് വില വരുന്നത്. കാരണം ഇത് ഇത്രയും വലുപ്പമായിട്ടുള്ള തൈകളായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വില വരുന്നത്. നമുക്ക് ഇവിടുന്ന് കൊറിയർ അയക്കാം കേട്ടോ.